രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണം വ്യക്തിനിർമ്മാണത്തിലൂടെ, വ്യക്തിനിർമ്മാണം ശാഖയിലൂടെ എന്നതാണ് സംഘപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള സൂത്രവാക്യം. RSSന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമല്ലേ? RSSന്റെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ഒറ്റ പുസ്തകം. കേരളത്തിൽ സംഘപ്രവർത്തനം തുടങ്ങുമ്പോഴേ 1942 കേരളത്തിന്റെ പരിസ്ഥിതി എന്തായിരുന്നു? ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് തോന്നി തുടങ്ങി സംഘപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നമ്മൾ സംഘടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു വിശ്വാസം. സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ സംഘടന കെട്ടിപ്പടുക്കുന്നതിനിടയിൽ പ്രവർത്തകന്റെ ശ്രദ്ധ പ്രചരണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും തിരിഞ്ഞാൽ പ്രവർത്തനത്തിന്റെ പവിത്രത നഷ്ടപ്പെടും എന്നായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നു. RSS ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയേ ചെയ്യാത്തൊരു സംഘടനയായി. ഇന്നിപ്പം ലോകം മുഴുവനും സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു രാമസിംഹൻ കൊലക്കേസ്. മൊത്തം ഹിന്ദു സമൂഹത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. RSSനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണെന്ന് പറയുന്നത്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ നമസ്തേ സദാ. 1925 ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറും ഏതാനും യുവാക്കളും ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം RSS, രാഷ്ട്രീയ സ്വയംസേവക സംഘം. 1942 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എങ്ങനെയായിരുന്നു RSSന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ? കേരളത്തിലെ RSSന്റെ ചരിത്രരചന കോർഡിനേറ്റർ KP രാധാകൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. 1942 മുതൽ 1964 വരെ കേരളത്തിലെ RSSന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ എന്ന പുസ്തകത്തിലൂടെ കേരളത്തിലെ RSSന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്? RSS അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 1925 വിജയദശമി ദിവസം, അതായത് 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് RSS ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തിൽ RSSന്റെ പ്രവർത്തനം വീണ്ടും 17 വർഷം കഴിഞ്ഞ് 1942 കേരളത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ 1ാം ഭാഗം 1942 മുതൽ 1964 വരെ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം 42 പ്രവർത്തനം തുടങ്ങി 1964 കേരള സംസ്ഥാനം ഒരു പ്രത്യേക പ്രാന്തം എന്നുള്ള നിലയിൽ, പ്രാന്തം എന്ന് പറയുമ്പം സംഘത്തിൻ്റെ ഒരു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഭജനമാണ്. കേരള പ്രാന്തം രൂപീകൃതമാകുന്നത് 1964. അതുവരെ കേരളം 3 ഭാഗങ്ങളായി ആയിരുന്നു നിലനിന്നിരുന്നത്. 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടുവെങ്കിലും സംഘത്തിൻ്റെ കേരള സംസ്ഥാന രൂപീകരണം പ്രവർത്തനത്തിൻ്റെ ദൃഷ്ടിയിൽ നടന്നത് 1964. അതുകൊണ്ടാണ് ആ 22 വർഷങ്ങൾ ചേർത്ത് 2 വർഷങ്ങളുടെയും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, 2 വർഷങ്ങളുടെയും പ്രത്യേകത 42 സംഘം പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ, 64 ഒരു പ്രാന്തമായി രൂപീകരിച്ചു എന്നുള്ളതാണ്. ഈ 22 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ 83 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ 83 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവർത്തനത്തിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്നാമത്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാരും ഇന്ന് നിലവിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലായി അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തി അത് രേഖപ്പെടുത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ്. എന്നാൽ ഇതിന് സഹായകരമായ രീതിയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിലൊന്ന്, ആദ്യകാലം മുതൽ സംഘപ്രവർത്തനത്തിൽ ഉണ്ടാവുകയും 1950-കൾ മുതൽ സംഘപ്രവർത്തനത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം അതിനു മുമ്പുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു
RSSൻ്റെ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖ് ആയി പ്രവർത്തിച്ചിരുന്ന ആർ ഹരിയേട്ടൻ അതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തുകയും ഈ വിഷയത്തിൽ 2 പ്രഭാഷണ പരമ്പര, ഒന്ന് കൊച്ചിയിലും ഒന്ന് ആലുവയിലും നടത്തിയിരുന്നു നേരത്തെ. അപ്പോൾ ആ കാലഘട്ടം മുതലുള്ള സംഘപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് ലഭ്യമാകുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു രേഖയായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഈ പ്രഭാഷണങ്ങളുടെ നോട്ട്. രണ്ടാമതൊന്ന്, അതിനുശേഷം ഇന്ന് ഈ പ്രവർത്തനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ ഈ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് കേസരി പത്രാധിപരായിരുന്ന PK സുകുമാരൻ അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ച് പലരെയും നേരിട്ട് കണ്ട് അഭിമുഖം നടത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഇതിന് സഹായകമായ, ഇന്നത്തെ ഈ പുസ്തകരചനയ്ക്ക് സഹായകരമായ മറ്റൊരു സോഴ്സ്. മൂന്നാമത്, ഈ സമിതി ചുമതലയേറ്റതിന് ശേഷം ഏതാനും വർഷങ്ങളായി കേരളത്തിലുടനീളം ഇതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് പഴയകാല പ്രവർത്തകന്മാരെ നേരിട്ട് കണ്ട് അവരുമായി അഭിമുഖം നടത്തി അത് റെക്കോർഡ് ചെയ്ത് അത് എഴുതിയെടുത്ത് ആ രീതിയിലുള്ളൊരു പരിശ്രമം നടന്നിരുന്നു. അതുകൂടാതെ നമ്മുടെ പി നാരായൺജിയെ പോലെയുള്ള എഴുത്തുകാർ അവർ എഴുതിയിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ, ഇതുപോലെ സംഘത്തെ സംബന്ധിച്ച് പലരും പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പി നാരായൺജി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദേശീയ രാഷ്ട്രീയം കേരളത്തിൽ എന്ന 1ഉം 2ഉം ഭാഗങ്ങളുള്ള പുസ്തകം, അതുപോലെ കനൽ വഴികൾ താണ്ടിയ നാൾവഴികൾ എന്ന പേരിൽ സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള സേതുമാധവൻ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം, അദ്ദേഹം ജനം TV-യിൽ പരമ്പരയായി നടത്തിയിട്ടുള്ള അഭിമുഖം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തകരചനയ്ക്ക് സഹായകമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആധാരമാക്കിയാണ് ഈ പഴയകാല 83 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ RSS പ്രവർത്തനം ആരംഭിച്ചത് മുതലുള്ള ചരിത്രം രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോഴും നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 22 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം 4 ഭാഗങ്ങളായി, 4 ഭാഗങ്ങളും അതോടൊപ്പം അനുബന്ധം എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഗവും ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം 1942 മുമ്പ് 17 വർഷം അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ സംഘം എന്തായിരുന്നു ചെയ്തത്, RSSൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപനം എങ്ങനെയായിരുന്നു, ആ കാലത്ത്, അതായത് ആ 17 വർഷം 1925 മുതൽ 42 വരെ അഖില ഭാരതീയ തലത്തിലേക്ക് വികസിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, അനുഭവപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു, സഹകരിച്ച് പ്രവർത്തിച്ച ദേശീയ നേതാക്കന്മാരാരൊക്കെയായിരുന്നു, പരമപൂജനീയ ഗുരുജി സംഘത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്, സംഘസ്ഥാപകനായിരുന്ന ഡോക്ടർജിയുടെ, അതായത് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഈ സമാനതകളില്ലാത്ത ശാഖകൾ എന്ന പ്രവർത്തനം തുടങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തായിരുന്നു, സ്വാതന്ത്ര്യ സമരം വളരെ പ്രക്ഷുബ്ധമായി നടന്നുകൊണ്ടിരുന്ന കാലത്ത് അതിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ എന്തുകൊണ്ട് ഒരു പുതിയ സംഘടനയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഈ ഒന്നാമത്തെ ഭാഗത്തുള്ളത്. രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ സംഘപ്രവർത്തനം തുടങ്ങുമ്പോൾ 1942 കേരളത്തിൻ്റെ പരിതസ്ഥിതി എന്തായിരുന്നു, ഏത് ഒരു ചരിത്ര പശ്ചാത്തലമുള്ള പ്രദേശത്താണ് പുതുതായി ഇങ്ങനെയൊരു സംഘടന ആരംഭിക്കുന്നത്, അത് എങ്ങനെയാണ് വ്യാപിച്ചത്, ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത്. അന്ന് കേരളം ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഐക്യ കേരളമല്ലല്ലോ. പ്രധാനമായും 3 ഭാഗങ്ങളായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇങ്ങനെ 3ആയിട്ട് കിടക്കുകയായിരുന്നു. 3 സ്ഥലത്തെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഊന്നൽ രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണം വ്യക്തിനിർമ്മാണത്തിലൂടെ, വ്യക്തിനിർമ്മാണം ശാഖയിലൂടെ എന്നതാണ് ഈ സംഘപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള സൂത്രവാക്യം. ഹിന്ദു സമൂഹത്തിൻ്റെ സംഘടിത ശക്തിയിലൂടെ രാഷ്ട്രത്തിൻ്റെ സർവ്വതോമുഖമായ പുരോഗതി എന്ന കാഴ്ചപ്പാടിലാണ് സംഘം പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസവും അവരുടെ ജീവിതവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ ഒരു വലിയ വിഷയമായിരുന്നു സംഘത്തിന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായും. ഈ 3 ഭാഗങ്ങളിലും 3 വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ അന്ന് മദ്രാസ് പ്രോവിൻസിൻ്റെ മദിരാശി പ്രവിശ്യയുടെ ഭാഗമായിട്ടായിരുന്നു മലബാർ ആ ഭാഗത്താണ് 1921 നടന്ന വമ്പിച്ച ഒരു മാപ്പിള ലഹള. അതിനു മുമ്പ് ഒരു 100 വർഷത്തിനിടയിൽ, ഒരു നൂറ്റാണ്ടിനിടയിൽ 80-ലധികം വർഗീയ കലാപങ്ങൾ അവിടെ ഹിന്ദുക്കൾക്കെതിരെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൂടെയൊക്കെ നിരന്തരം ഇങ്ങനെ കലാപങ്ങൾക്കിരയായി കൊല്ലപ്പെടേണ്ടി വന്ന ഹിന്ദു സമൂഹം പ്രതികരിക്കാൻ ശേഷിയില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്ന, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ഹിന്ദു സമൂഹമായിരുന്നു 921 ശേഷം വിശേഷിച്ചും. തീർച്ചയായും അന്ന് ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അത് തീർച്ചയായും ആ ഒരു മാനസികാവസ്ഥയായിരുന്നു മലബാർ ഭാഗത്തുണ്ടായിരുന്നത്. തിരുവിതാംകൂർ ഭാഗത്തും കൊച്ചി ഭാഗത്തും ജീവിച്ചിരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സാഹചര്യം വ്യത്യസ്തമായിരുന്നുവെങ്കിലും മാനസികാവസ്ഥ ഇത് തന്നെയായിരുന്നു. കാരണം ബ്രിട്ടീഷ് സഹായത്തോടുകൂടി അധികാരവും അതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുത്തകയും മതപരിവർത്തനത്തിനുള്ള എല്ലാ പ്രോത്സാഹനവും ഒക്കെ ഒരു വിഭാഗം ക്രിസ്ത്യൻ പാതിരിമാർ അതിൻ്റെ ഒക്കെ പിൻബലം വെച്ചുകൊണ്ട് ഒരു ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശമായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും. അവരുടെ ഈ അധികാരത്തിൻ്റെ പിൻബലം, ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കായിരുന്നു മേൽക്കൈ. അത് സഹിച്ചു കഴിയുകയായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഹിന്ദു സമൂഹം. മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിലുടനീളം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഹിന്ദു സമൂഹം അസംഘടിതമായി ഒന്നിനോടും എത്ര വലിയ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നാലും അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത ജീവിതമായിരുന്നു അന്ന് ഹിന്ദു സമൂഹത്തിന് മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ 3 ഭാഗങ്ങളിലും അത് തന്നെയായിരുന്നു സ്ഥിതി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ 42 പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് സംഘത്തിന് ആദ്യം നേരിടേണ്ടെന്ന് വന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, ഇങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആത്മവിസ്മൃതിയിലാണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഹിന്ദുക്കളിൽ ഒരു ആത്മവിശ്വാസവും ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനായിരുന്നു ആദ്യകാലത്ത് സംഘം ഈ കേരളത്തിലെ പ്രവർത്തനത്തിൽ ഊന്നൽ നൽകിയിരുന്നത്. സംഘത്തിൻ്റെ ഒരു സ്വഭാവമനുസരിച്ച് പ്രചരണം, ഡോക്യുമെൻറ്റേഷൻ അഥവാ വിവരശേഖരണം, ഇത്തരം കാര്യങ്ങളിൽ സംഘം ആദ്യകാലത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ സംഘടന കെട്ടിപ്പടുക്കുക എന്നതിലായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ടായിരുന്നു, സംഘടന കെട്ടിപ്പടുക്കുന്നതിനിടയിൽ പ്രവർത്തകൻ്റെ ശ്രദ്ധ പ്രചരണത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും തിരിഞ്ഞാൽ പ്രവർത്തനത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടും എന്നായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പ്രചരണം എന്നൊക്കെ പറയുന്നത് അത് പ്രവർത്തനത്തിൻ്റെ പിന്നാലെ വരും എന്നായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. ഇപ്പോൾ സംഘത്തിൻ്റെ ഈ 100-ാം വർഷത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് നമുക്കത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത്. RSS ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയേ ചെയ്യാത്തൊരു സംഘടനയായിരുന്നു. ഇന്നിപ്പം ലോകം മുഴുവനും സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവർ പല യൂണിവേഴ്സിറ്റികളിലും പല വിദ്യാർത്ഥികളും RSSനെ മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ കാഴ്ചപ്പാടിലായിരുന്നു ആദ്യം സംഘം പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ കാരണം ഈ സംഘസ്ഥാപകൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു. പിന്നീട് കാലം മാറി. പുതിയ കാലത്ത് RSSനെ കുറിച്ച് വിലയിരുത്തുമ്പം വ്യക്തമായിട്ടുള്ള ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പലർക്കും കഴിയാത്തൊരവസ്ഥ വരുന്നു. കാരണം സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ആധികാരികമായ പുസ്തകങ്ങളില്ല എന്നതിൻ്റെ അഭാവം ഇന്നത്തെ ഈ വളർച്ചയുടെ കാലത്ത് അത് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കേരളത്തിൽ ഈ സംഘചരിത്രം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നതും
നമുക്ക് ഇന്ന് പ്രവർത്തിക്കുന്ന സമിതിക്ക് സഹായകരമായ രീതിയിൽ ചില രേഖകളൊക്കെ കിട്ടിയത്. ഈ രണ്ടാം ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷം, ഈ സാമൂഹ്യാന്തരീക്ഷത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ വെല്ലുവിളി ഹിന്ദുവിൻ്റെ ആത്മവിശ്വാസക്കുറവ്, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം, ഇതൊക്കെയാണ് രണ്ടാം ഭാഗത്തിലുള്ളത്. മൂന്നാം ഭാഗത്ത് RSS ഈ രണ്ടാം ഭാഗത്തിൽ തന്നെ 948 വരെ 42 മുതൽ 48 വരെയുള്ള കാലത്തെ ചരിത്രമാണ് രണ്ടാം ഭാഗത്തിലുള്ളത്. 48-ലാണ് ഈ ഗാന്ധി വധത്തിൻ്റെ പേരിൽ അകാരണമായി സംഘത്തെ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ നിരോധിക്കുന്നത്. ആ നിരോധനം തെറ്റായിരുന്നു. നിരോധനം പിന്നീട് നിരുപാധികം തന്നെ സർക്കാർ പിൻവലിക്കേണ്ടി വന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംഘത്തിനെതിരായിട്ടുള്ള ഒരു കടുത്ത നടപടികളൊക്കെ ഉണ്ടായ സമയത്ത് അന്ന് സർസംഘചാലകരായിരുന്ന പൂജനീയ ഗുരുജിയെ അകാരണമായി ജയിലിലടച്ചിരുന്ന ആ സന്ദർഭത്തിൽ സർക്കാർ ഒരു തരത്തിലും സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കാൻ സന്നദ്ധമല്ല എന്ന് വ്യക്തമായ സമയത്താണ് അഖില ഭാരതീയ തലത്തിൽ തന്നെ സത്യഗ്രഹ പരിപാടികൾ ആരംഭിച്ചത്. ആ സത്യഗ്രഹ പരിപാടി കേരളത്തിൽ നടന്നത് എങ്ങനെയൊക്കെയായിരുന്നു, അത് ആരൊക്കെ പങ്കെടുത്തു, ഏതെല്ലാം പ്രദേശങ്ങളിൽ നടന്നു, ആ സന്ദർഭത്തിൽ ബ്രിട്ടീഷ് സർക്കാർ എത്ര ക്രൂരമായിട്ടായിരുന്നു സംഘത്തിൻ്റെ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരെ നേരിട്ടിരുന്നത്, അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങളും ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവായ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു രാമസിംഹൻ കൊലക്കേസ്. അങ്ങാടിപ്പുറത്ത് നടന്നിരുന്ന രാമസിംഹൻ കൊലക്കേസ് വളരെ ദാരുണമായിരുന്നു. അത് അദ്ദേഹത്തെ പോലൊരു വ്യക്തി, തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ആര്യസമാജവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളായി മാറി രാമസിംഹൻ, ദയാസിംഹൻ എന്നൊക്കെയുള്ള പേരുകൾ സ്വീകരിച്ചു. ഇതിനോട് കടുത്ത അസഹിഷ്ണുത പുലർത്തിയിരുന്ന മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗം അദ്ദേഹത്തെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. 1.5 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. കമലാന്തർജനം അവരെ ഉൾപ്പെടെ കൊന്നു മാത്രമല്ല, അത് വളരെ വലിയ ഒരു ഈ മൊത്തം ഹിന്ദു സമൂഹത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതികരണം നോക്കിയാൽ അറിയാം ആത്മവിശ്വാസം എത്രമാത്രം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ രാമസിംഹൻ്റേത് ഉൾപ്പെട്ട ഈ ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കാൻ പോലും അന്ന് ഹിന്ദുക്കൾ തയ്യാറായിരുന്നില്ല. അത്ര പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സംഭവം ഉൾപ്പെടെയാണ് നമ്മുടെ ഈ രണ്ടാം ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗത്ത് 48-ന് ശേഷം 964 വരെയുള്ള കാലത്ത് സംഘവികാസം സാധ്യമായത്, കേരളത്തിലുടനീളം ഇതെങ്ങനെ വികസിച്ചു, ആരൊക്കെയായിരുന്നു അതിനു വേണ്ടി നാഗപ്പൂരിൽ നിന്ന് വന്നിരുന്ന സംഘപ്രവർത്തകർ, പ്രചാരകന്മാരെന്ന പേരിൽ. പ്രചാരകൻ എന്ന് പറയുമ്പോൾ നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് സമ്പൂർണമായും രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണം എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയാണ് പ്രചാരകന്മാരെന്ന് പറയുന്നത്. ആദ്യകാലത്തെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് നാഗപ്പൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെയായി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് പ്രചാരകന്മാർ വന്നിരുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് 42-ൽ 43, 44, 45, 48 വരെയുള്ള കാലത്ത് വന്ന പ്രചാരകന്മാരുടെ വിവരങ്ങളും അവരുടെ ചിത്രങ്ങളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 48-ന് ശേഷവും ഇത് തുടർന്നു. 48 ആകുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ പ്രചാരകന്മാർ വരുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായി. പക്ഷെ അന്ന് വളരെ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. 64-ഒക്കെ ആകുമ്പോഴേക്ക് ഈ പ്രാന്തരൂപീകരണം നടക്കുമ്പോഴേക്ക് പ്രചാരകന്മാർ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രചാരകന്മാർ വരുന്ന ആ ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചു. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തുള്ളത് 64 വരെയുള്ള സംഘവികാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ സാമൂഹ്യമായി കേരളത്തിലുടനീളം സംഭവിച്ച നിരവധി പ്രശ്നങ്ങൾ, അതിൽ സംഘത്തിൻ്റെ ഇടപെടൽ, അത് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഉണർത്തുക, നട്ടെല്ല് നിവർത്തി നിന്ന് ഞാൻ ഹിന്ദുവാണെന്ന് പറയാനുള്ള തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുവിനെ സൃഷ്ടിക്കുക
ഇതൊക്കെയായിരുന്നല്ലോ ആദ്യകാലത്ത് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ. തീർച്ചയായും. അതിനനുയോജ്യമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ആദ്യകാലത്ത് സംഘം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ഒന്ന് ഗോവധ നിരോധന വിഷയവും അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ നടന്ന ഗോവധ നിരോധനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ. RSSൻ്റെ പിന്തുണയോടുകൂടി ആണത് നടന്നിരുന്നത്. ആ സന്ദർഭത്തിൽ കേരളത്തിലുടനീളം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിനെ എതിർക്കാനും പരാജയപ്പെടുത്താനും ഗോവധ നിരോധനം പാടില്ല എന്ന് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ചില സംഘടിത ശക്തികളുടെ പരിശ്രമം ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രശ്നമായിരുന്നു പയ്യോളിയിൽ നടന്നിരുന്ന കണ്ണൻ ഗുമസ്തൻ കൊലക്കേസ്. 1951-52 കാലത്താണ് അത് നടക്കുന്നത്. പയ്യോളിയിൽ കൊയിലാണ്ടി ഭാഗത്ത്, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് പയ്യോളി. അവിടെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഗോവധ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതുയോഗം നടക്കുന്നു. ആ പൊതുയോഗത്തിൽ TN ഭരതൻ, അതുപോലെ തന്നെ മാന്യ കേളപ്പജിയായിരുന്നു അതിൻ്റെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന മറ്റൊരു പ്രധാന വ്യക്തി. ആ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ നേരെ പുറത്തുനിന്ന് പൊതു നിരത്തിൽ വെച്ച് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഒരു പശുക്കുട്ടിയെ അറുത്തു പരസ്യമായി. അത് ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു വമ്പിച്ച യോഗം ചേർന്നു. ആ യോഗത്തിലാണ് കേളപ്പജി അധ്യക്ഷനായിരുന്നു, TN ഭരതനെ പോലുള്ളവർ പ്രാസംഗികരായിരുന്നു. ആ യോഗം വളരെ വലിയ ഒരു ഹിന്ദു സമ്മേളനമായി മാറിയത്. മൊത്തം ഹിന്ദുക്കൾക്ക് ഒരു ആത്മവിശ്വാസം ലഭിച്ച പരിപാടിയായിരുന്നു അത്. ആ സംഭവത്തിൽ അധ്യക്ഷം വഹിച്ചിരുന്നത് പ്രദേശവാസിയായിരുന്ന കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വക്കീൽ ഗുമസ്തനായിരുന്നതുകൊണ്ട് കണ്ണൻ ഗുമസ്തൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഈ കണ്ണൻ ഗുമസ്തനെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു വക്കീലിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. ആ വക്കീലിൻ്റെ വീട്ടിൽ കയറി മുസ്ലിം കലാപകാരികൾ കൊലപ്പെടുത്തി. അത് വമ്പിച്ച പ്രതിഷേധത്തിന് കാരണമായി. ഹിന്ദു സമൂഹത്തിനിടയിൽ ആകമാനം ഒരു പ്രതിഷേധവും അതുവരെ ഇല്ലാത്ത ഒരു സംഘടിത മനോഭാവവും പ്രതികരണശേഷിയും ഒക്കെ കാണപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അതിൽ 2 പേരെ, ആ സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ പിന്നീട് കോടതി വിധി അനുസരിച്ച് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് നടുവട്ടം സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം കോഴിക്കോട് ജില്ലയിൽ നടന്നത്. നടുവട്ടം പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളിക്ക് മുന്നിലൂടെ ഹിന്ദു ഘോഷയാത്രകൾ, അത് വിവാഹ ഘോഷയാത്രയായിരുന്നാലും ശരി, ക്ഷേത്രങ്ങളിലേക്കുള്ളതായിരുന്നാലും ശരി, മറ്റെന്തായിരുന്നാലും ശരി, വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ടോ ഹിന്ദുക്കൾ നാമം ജപിച്ചുകൊണ്ടോ ഭജന ചൊല്ലിക്കൊണ്ടോ ഒന്നും പള്ളിക്ക് മുമ്പിലൂടെ പോകാൻ പാടില്ല എന്നൊരു ഒരു വിലക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സംഘത്തിൻ്റെ ശാഖ കോഴിക്കോട് ആരംഭിച്ചതിന് ശേഷം, നടുവട്ടം ബേപ്പൂർ ഭാഗത്തൊക്കെ ശാഖ ആരംഭിച്ചതിന് ശേഷം കണ്ട ഒരു വലിയ മാറ്റമായിരുന്നു. ഹിന്ദുക്കൾ സ്വയം തയ്യാറായി ഈ പൊതുനിരത്തിലൂടെ, അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ കയറി ഒന്നും ഉണ്ടാക്കാതെ പൊതുനിരത്തിലൂടെ ഈ ഘോഷയാത്ര പോകുന്നതിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുണ്ട് ഹിന്ദുക്കൾക്ക് തോന്നിത്തുടങ്ങി. സംഘപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അവരതിന് തയ്യാറായത് മാത്രമല്ല, അവർ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയും മുസ്ലിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് സംഘടിച്ച് തടസ്സപ്പെടുത്താനുള്ള ശ്രമം തീരുമാനിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇടപെടലും സംഘത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടും ഹിന്ദു സമൂഹത്തിൻ്റെ വർദ്ധിച്ചു വന്ന മനോവീര്യവും ഒക്കെ കാരണം ആ പരിപാടി നടത്താൻ തന്നെ തീരുമാനിച്ചു. മുസ്ലിങ്ങളെ എതിർക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ പോലീസ് വെടിവെപ്പ് നടന്നു. മുസ്ലിങ്ങളിൽ ചിലർ മരണപ്പെട്ടു. ഹിന്ദു ഘോഷയാത്ര വിജയകരമായി നടന്നു. അത് ഹിന്ദു സമൂഹത്തിൽ കോഴിക്കോട് മലബാർ ഭാഗത്തുടനീളം വലിയൊരു ആത്മവിശ്വാസം ഹിന്ദു സമൂഹത്തിന്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നമ്മൾ സംഘടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു വിശ്വാസം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഇതുപോലെ തന്നെയായിരുന്നു മണത്തല സംഭവം എന്നറിയപ്പെടുന്ന 1958 കാലത്താണ് അത് നടന്നത്. ഗുരുവായൂരിനടുത്തുള്ള മണത്തല ശിവക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ഘോഷയാത്ര
അവിടെ പള്ളിക്ക് മുമ്പിലൂടെ പോകാൻ അനുവദിക്കില്ല എന്നുള്ള വിലക്കുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ കോഴിക്കോട് നടന്നതുപോലെ തന്നെ അവിടെ ഹിന്ദു സമൂഹം അതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി. ഘോഷയാത്രയായി തന്നെ ഈ ശിവക്ഷേത്രത്തിലേക്ക് വരവും ഭജനയും ഒക്കെയായിട്ട് ഹിന്ദുക്കൾ ഘോഷയാത്രയായിട്ട് പോയി. തടയാനുള്ള പരിശ്രമം നടന്നു. പോലീസ് തടഞ്ഞു. അത് തടഞ്ഞ സ്ഥലത്ത് ദിവസങ്ങളോളം ഭജന നടത്തിയ ഹിന്ദുക്കൾ ഇരുന്നു. പിന്നീട് കോടതി വിധി അനുസരിച്ചും ഹിന്ദു സമൂഹത്തിൻ്റെ ഈ ഒരു ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ ഉറച്ച തീരുമാനം കാരണവും അവർ പിന്നീട് അത് നടത്താൻ കഴിഞ്ഞു. അവിടെ, അതായത് ഗുരുവായൂർ ഭാഗത്ത് ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ ഒരു ഉണർവുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. ഇതുപോലെയായിരുന്നു കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം. ഇന്ന് നാം കാണുന്ന അതിമനോഹരമായ ദേശീയ സ്മാരകം എന്ന നിലയിൽ ഇന്ന് നാം കാണുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദ ശിലാസ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ 100ാം ജന്മവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം അഖില ഭാരതീയ തലത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 100ാം വർഷം ആഘോഷിക്കണമെന്ന്. ഇതേ കാലഘട്ടത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായി 100ാം ജന്മവർഷം സമുചിതമായി ആഘോഷിക്കണമെന്ന്. അതേ സന്ദർഭത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണ മിഷനും തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണ് കന്യാകുമാരിയിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ആഗ്രഹം ഉണ്ടായത്. സ്വാമിജി തപസ്സനുഷ്ഠിച്ചിരുന്ന വിവേകാനന്ദ ശിലയിൽ, അതായത് വിവേകാനന്ദ ത്രിവേണി സംഗമത്തിലുള്ള 3 സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലത്തെ ശ്രീപാദശില, ആ ശ്രീപാദപ്പാറയിൽ സമുചിതമായ അനുയോജ്യമായ രീതിയിൽ ഒരു വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കണം എന്ന ആഗ്രഹം അവർക്കുണ്ടായി. ഈ ആഗ്രഹങ്ങളും അതിനു വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരണം ഒക്കെ നടന്നപ്പോൾ ചില അവകാശവാദങ്ങൾ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുണ്ടാവുകയും അവരവിടെ അത് കന്യക മേരിയുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ സംഘടിത ക്രൈസ്തവ വിഭാഗത്തിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ, അതായത് സംഘർഷമുണ്ടാക്കിയിട്ട് അവിടെ ഒരു വിവേകാനന്ദ ശിലാസ്മാരകം നിർമ്മിക്കാൻ സാധിക്കുകയില്ല എന്ന് അവിടുത്തെ ഹിന്ദുക്കൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ശിലാസ്മാരകത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റി സ്വാഭാവികമായും അവർ ഒരു ഹിന്ദു സംഘടന എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥനയെ തുടർന്ന് അഖില ഭാരതീയ തലത്തിൽ തന്നെ ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന് ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. അന്ന് കടലോര പ്രദേശത്ത് ഈ പാറയിലേക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തി സംഘർഷങ്ങളെ നേരിട്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ പറ്റിയ കടലോര പ്രദേശത്ത് കടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കടലോര പ്രദേശത്തെ സംഘത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായും നടന്നിരുന്നത് കേരളത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരെ അതിനുവേണ്ടി നിയോഗിച്ചു. അതിൻ്റെ കാരണം അവർക്ക് കടലുമായി ബന്ധം, ഈ തിരമാലകളും കടലുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ഇവിടുന്ന് ധാരാളം പേര് കേരളത്തിൽ നിന്ന് അവിടെ എത്തി ഈ അവിടെ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന കുരിശ് എടുത്തു മാറ്റി ശിലാസ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. അങ്ങനെയാണ് അവിടെ ഈ ശിലാസ്മാരകം ഉയർന്നു വന്നത്. ആ സംഭവം യഥാർത്ഥത്തിൽ ഈ സംഘടിത മതവിഭാഗത്തിൻ്റെ വെല്ലുവിളികളെയും അവരുടെ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ നേരിടാൻ നമ്മളുടെ സംഘടിത ശക്തിയിലൂടെ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അത് പൊതുവേ കേരളത്തിൽ അഖില ഭാരതീയ തലത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ പ്രവർത്തനത്തിനും അത് വളരെ വലിയ ഒരു പ്രോത്സാഹനം കൊടുത്ത സംഭവമായിരുന്നു. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള സംഭവങ്ങളെയാണ് ഈ 3ാം ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. 4ാം ഭാഗത്ത്
സംഘപ്രവർത്തനവുമായി ആ കാലത്ത് സഹകരിച്ച വിശിഷ്ട വ്യക്തികളെ സംബന്ധിച്ചുള്ളതാണ് 4-ാം ഭാഗം. ഉദാഹരണത്തിന് ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹം വളരെ സംഘത്തോട് ഒപ്പം നിന്ന് ഈ സംഘത്തിനെതിരെ വരുന്ന പലതരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ വെല്ലുവിളികളും ഒക്കെ നേരിടുന്നതിന് മുൻപന്തിയിൽ തന്നെ നിന്ന് സംഘത്തെ സഹായിച്ചൊരു മഹത് വ്യക്തിയായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. അതുപോലെ ചിന്മയാനന്ദ സ്വാമിജി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തോടൊപ്പം അഖിലഭാരതീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. വിശേഷിച്ച് കേരളത്തിൽ സംഘപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു സഹായം നൽകിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ചിന്മയാനന്ദ സ്വാമി. ഇതുപോലെ കേളപ്പജി ആദ്യകാലം എന്ന് പറയുമ്പോൾ 1940-കളിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരുന്ന ദേശീയ നേതാവാണ് കേളപ്പജി. ഇതുപോലെ മന്നം സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച കാലം മുതൽ അന്നത്തെ പൂജനീയ സർസംഘചാലകായിരുന്ന ഗുരുജിയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം RSSൻ്റെ പരിപാടികളിൽ പങ്കെടുത്തതിനെയൊക്കെ അഭിമാനപൂർവ്വം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുജി ഗോൾവാൾക്കറുമായി അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ച്, എറണാകുളത്ത് നടന്ന ഗുരുജി പങ്കെടുത്തിരുന്ന സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷം വഹിച്ചതിനെക്കുറിച്ച്, അന്ന് ഗുരുജിയോടൊപ്പം താമസിച്ചതിനെക്കുറിച്ച്, ഗുരുജിയോടൊപ്പം താമസിക്കുന്ന ദിവസം NSSൻ്റെ മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി താമസിക്കുന്ന വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് RSSൻ്റെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് ഞാനിന്ന് മറ്റെവിടേക്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ആർ ശങ്കർ ഒരു തികഞ്ഞ ഹിന്ദു മനോഭാവമുള്ള, ഈ സാമുദായികമായി ചിന്തിക്കുന്നതിനുപരിയായി മുഴുവൻ ഹിന്ദു സമൂഹത്തിൻ്റെയും ഒരു മുന്നേറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച മഹത് വ്യക്തിയായിരുന്നു ആർ ശങ്കർ സംഘവുമായി സഹകരിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച്. ഇതുപോലെ പുത്തേഴത്ത് രാമമേനോൻ സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. അദ്ദേഹം സംഘചാലക് എന്നുള്ള ചുമതല വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അതുപോലെയുള്ള നിരവധി വ്യക്തികൾ, അവരെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ് ഈ 4-ാം ഭാഗം. പിന്നീട് അനുബന്ധം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ 4 ഭാഗങ്ങളിലും ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ പല ഭാഗങ്ങളും, അതിൽ ഗുരുജി ഗോൾവാൾക്കറുടെ അദ്ദേഹം കേരളത്തിൽ നടത്തിയ യാത്ര, അദ്ദേഹം ബന്ധപ്പെട്ട വ്യക്തികൾ, അദ്ദേഹം താമസിച്ചിരുന്ന വീടുകൾ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ യാത്രക്കിടയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അനുബന്ധത്തിൽ അതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ആ തരത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പൊ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കറക്റ്റ് അതിനെ വ്യക്തമാക്കി പറയുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പറയുന്ന ഒരു പുസ്തകം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. പുസ്തകങ്ങളുണ്ട്, പക്ഷെ പലതും പല രീതിയിലാണ് കഥകൾ വരുന്നത്, പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരമായി RSSന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമല്ലേ ഇത്? തീർച്ചയായും ഈ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി RSSൻ്റെ പ്രവർത്തനങ്ങളെ അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക് കേരളത്തിൽ 83 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നിന്ന് പരതിയെടുത്ത് ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും. അത് പല പുസ്തകങ്ങളിലായി, പലരുടെ പ്രഭാഷണങ്ങളിലായി, ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച പത്രത്താളുകളിൽ നിന്ന് ഒക്കെ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരാം. പക്ഷേ RSS നേരിട്ട് RSSൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന, അതിൻ്റെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ഒറ്റ പുസ്തകം അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പുസ്തകം ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഏത് തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയാനുള്ള തെളിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം ഒരു പരിധിവരെ നടന്നതും അതാണ്.
RSSൻ്റെ പേരിൽ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ആരോപിച്ച് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം RSSൻ്റെ പ്രവർത്തനത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തെളിവ് ഒരു രേഖ ഇല്ലാത്തതുകൊണ്ട് പലർക്കും അതിനെ അതങ്ങനെയല്ല എന്ന് പറയാനും കഴിയില്ലായിരുന്നു. പക്ഷെ ആ നിലയ്ക്ക് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ ഇല്ലാതിരിക്കുവാനും അതുപോലെ തന്നെ ഈ വസ്തുതകൾ വിശദീകരിക്കാനും ഒരു പുസ്തകം ആവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. തീർച്ചയായും ഇപ്പം അടിയന്തരാവസ്ഥ എന്ന കിരാത നിയമം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു പുസ്തകം നമ്മൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയിരുന്നു. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന്റെ 50 ആണ്ട് തികയുമ്പോൾ എന്നൊരു പുസ്തകം ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ RSSന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ RSS ഏതെല്ലാം രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പുസ്തകം കൂടിയാണ് ഇതല്ലേ? തീർച്ചയായും ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ ഇന്ന് ലഭ്യമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പീഡനം അനുഭവിച്ചിരുന്ന വ്യക്തികൾ തന്നെ അടിയന്തരാവസ്ഥയെ വിശദീകരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇപ്പം നിലവിലെ അടിയന്തരാവസ്ഥയെ മനസ്സിലാക്കാൻ അതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സംഘത്തിൻ്റെ പങ്കാളിത്തം ഈ അടിയന്തരാവസ്ഥക്കെതിരായ പ്രവർത്തനത്തിൽ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒക്കെയുള്ള പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ ലഭ്യമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ RSS നടത്തിയ പ്രവർത്തനങ്ങളും മുന്നോട്ട് വെച്ച കാര്യങ്ങളും ഒക്കെയാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. 5 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകങ്ങളുള്ളത്. അപ്പൊ RSSനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണെന്ന് പറയാം. അതെ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 83 വർഷങ്ങളായി. അതിൽ ആകെ തുടക്കം മുതലുള്ള ഒരു 22 വർഷക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ബാക്കി വരുന്ന ഭാഗങ്ങൾ ഈ രചനാ സമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൂടെ ചേർത്ത് 5 ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1-ാം ഭാഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ഭാഗങ്ങൾ സമീപഭാവിയിൽ തന്നെ കഴിയാവുന്നത്ര വേഗത്തിൽ ബാക്കി ഭാഗങ്ങളും കൂടി പ്രസിദ്ധീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ രചനാ സമിതി. നന്ദി. നമസ്തേ സദാ വത്സലേ മാതൃ